യൂറോ കപ്പ് ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളത്. മലപ്പുറത്ത് നിന്നും മനു മാടപ്പാട് ചേരുന്നു. മനു, ഏറെ ആവേശത്തിലായിരിക്കും എല്ലാവരും, പ്രത്യേകിച്ച് മലപ്പുറം കൂടിയാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ. എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ? തീർച്ചയായും വലിയ ആവേശം തന്നെയാണ്. വലിയ മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഇവിടെ ബിഗ് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മലപ്പുറം ടൗണിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ, സ്ക്രീനിൽ കളിയുടെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ കളി തുടങ്ങുന്ന നിമിഷം മുതൽ തന്നെ ആരാധകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വലിയ പ്രതീക്ഷയുള്ളത്. രണ്ട് വലിയ ഫൈനലുകൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ലോകം വലിയ ആവേശമാണ്. കുറച്ച് ആളുകൾ കളി കാണാനായി ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. ഈ വലിയ ആവേശം എങ്ങനെയാണ് മലപ്പുറം സ്വീകരിക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. മണിക്കൂറുകളുടെ ഇടവേളയിൽ രണ്ട് ഫൈനലാണ്. ആദ്യം യൂറോയിൽ ഇംഗ്ലണ്ടും സ്പെയിനും, അതിനുശേഷം എല്ലാവരും കാത്തിരിക്കുന്നത് അർജന്റീനയുടെ കളിക്ക് വേണ്ടി തന്നെയായിരിക്കും. സ്വാഭാവികമായി നമുക്കറിയാം അർജന്റീനയോട് കൂടുതൽ സ്നേഹമുണ്ട്, ലാറ്റിൻ അമേരിക്കയോട് കൂടുതൽ സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോയേക്കാൾ കൂടുതൽ ആവേശം കോപ്പയുടെ ഫൈനലിൽ തന്നെയായിരിക്കും. എന്തായാലും രണ്ട് കളികൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം യൂറോയിലേക്ക്, എങ്ങനെയായിരിക്കും യൂറോയുടെ ഒരു ഫലം വരിക? പ്രതീക്ഷ എങ്ങനെയാണ്? ഇംഗ്ലണ്ട് ഇന്ന് എന്തായാലും കപ്പ് തൂക്കിയിരിക്കും. 2020 യൂറോ കപ്പ് ഫൈനലിലേറ്റ കപ്പിനും ചുണ്ടിനുമിടയിൽ കപ്പ് നഷ്ടപ്പെട്ടതിന് ഇന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ കപ്പ് എടുത്തിരിക്കും. അപ്പോൾ സ്പെയിൻ അത്ര മോശക്കാരൊന്നുമല്ലല്ലോ? മോശക്കാരല്ല, അവരും കളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഒരു ശക്തമായ ലൈനപ്പ് ഉണ്ട്. നമ്മുടെ ഹാരി കെയ്നും, നമ്മുടെ ബെല്ലിംഗാം, എല്ലാ ജാക്ക, ഇമാതിരി കളിക്കാർ, ലോകോത്തര കളിക്കാരുണ്ട്. എന്തായാലും കപ്പ് തൂക്കിയിരിക്കും. എന്താ ഈ യൂറോയിലെ സ്പെയിൻ പ്രകടനം കണ്ട് ഇംഗ്ലണ്ട് സ്പെയിനിന് ഒരു എതിരാളികളെ അല്ല, ഇംഗ്ലണ്ട് എതിരാളികളെ അല്ല സ്പെയിന്. 6 കളി ജയിച്ചാണ് വരുന്നത്. 6 കളി ജയിച്ചാണെന്ന് മാത്രമല്ല, കളിച്ച ടീമുകളൊക്കെ നല്ല ടീമുകളാണ്. ജർമ്മനി ആകെ, ഇംഗ്ലണ്ടിന് ആകെ ഒരു ടീം നെതർലാൻഡ് മാത്രം. മറ്റേ ഇറ്റലി, ക്രൊയേഷ്യ, ജർമ്മനി, ഫ്രാൻസ് നല്ല നല്ല ടീമുകളെ ടൂർണമെന്റിൽ ഏറ്റവും ലോകോത്തര ടീമുകളെ അടിച്ചിട്ടാണ് വരുന്നത് സ്പെയിന്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ നിലവിലെ ഫോം വെച്ചിട്ട് ഇംഗ്ലണ്ട് സ്പെയിന് എതിരാളികളെ അല്ല. ഇങ്ങനെയാണോ? ഇവർ ഇംഗ്ലണ്ട് ഫാൻസുകാരാണ്. സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്ത് പറയും. നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് ജയിച്ചാലും കുഴപ്പമില്ല, സ്പെയിൻ ജയിച്ചാലും കുഴപ്പമില്ല, അർജന്റീന ജയിച്ചാൽ മതി. അല്ല, ജയിക്കുന്നുള്ള നമുക്ക് 100% ഉറപ്പാണ്. അതിന്റെ കോൺഫിഡൻസിലാണ്. അല്ല, യൂറോ എന്തായാലും കളി ഒന്നുകൂടി നന്നാവും. കാരണം നല്ല രണ്ട് ടീം തന്നെയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് മോശം നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഓലെ പ്ലേയേഴ്സിനെ എടുത്തു നോക്കിയാൽ ഏത് പൊസിഷനിലും ഏറ്റവും മികച്ച പ്ലേയേഴ്സ് തന്നെ ഉള്ളത്. പക്ഷെ ഓല് സ്പെയിനിൻ്റെ ആ ഒരു ടീം സ്പിരിറ്റ് ഓലതിൽ കണ്ടിട്ടില്ല. ഓല് ജയിച്ച് കയറുന്നുണ്ട് ഫസ്റ്റ്. പക്ഷെ ഓൾക്ക് ഇപ്രാവശ്യം ആകെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റ് ഗോൾ കൊണ്ടാലും അത് തിരിച്ചടിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നുണ്ട്. മിക്ക കളികളും ഫസ്റ്റ് ഗോൾ കൊണ്ടിട്ട് 2 ഗോൾ പിന്നെ തിരിച്ചടിച്ചുകൊണ്ടാണ്, അതും എക്സ്ട്രാ ഇഞ്ചുറി ടൈമിലും ഒക്കെയാണ് അവർ തിരിച്ചടിച്ചുകൊണ്ട് കയറുന്നത്. എന്ത് മട, നമുക്ക് മടയൊക്കെ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാനും ഒരു ബ്രസീലാണ് കേട്ടോ. അതത്രേ ഉള്ളൂ. ഇവർക്കിതിപ്പോ ഒന്ന് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കുറെ കാലം ഇങ്ങനെ ഇത് ചെയ്ത് ഇതൊക്കെ കേട്ട് നമുക്ക് യൂറോയില് എന്റെ അഭിപ്രായത്തിൽ സ്പെയിൻ ജയിക്കും. ഇഷ്ടമല്ല, ഓരോ കളി വെച്ചിട്ട് ഇപ്രാവശ്യം സ്പെയിൻ തന്നെ. ഇംഗ്ലണ്ട് അങ്ങനെ തട്ടിമുട്ടിയാണ് എത്തിയത്. പിന്നെ ഗംഭീരായിരിക്കും. സ്പെയിനിന്റെ കളി എടുത്തു നോക്കി, ഗ്രൂപ്പ് സ്റ്റേജിൽ റൗണ്ട് ഓഫ് 16 എടുത്തു നോക്കിയാല് മികച്ച ടീമിനെ കളിച്ചു തന്നത്. യമാൽ അടിപൊളിയാണ്. ലാസ്റ്റ് ഫസ്റ്റ് ഗോള് അത് യൂറോയില് 16 വയസ്സുള്ളൂ ചെക്കന്. ആ നമ്മളെ പ്രായത്തിൽ അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ഒരു മികച്ച പ്ലെയർ തന്നെയാണ് അവന്. 4 വാലന്റിയർ എങ്ങനെ അടിക്കും ഈ ഇപ്പത്തെ ഒരു കളി വെച്ച് നോക്കുകയാണെങ്കിൽ? എന്തായാലും ജയിക്കും, ഉറപ്പല്ലേ. ഒരു 3 എണ്ണം പ്രതീക്ഷിക്കാം നമുക്ക്. എന്തായാലും അർജന്റീന ഉറപ്പായാലും അർജന്റീന ഫാനാണ്. ഇല്ല, അത് അതിനനുസരിച്ച് മാറും. യൂറോയില് സ്പെയിനാണ്, കോപ്പയിൽ അർജന്റീനയുടെ. അതെ. അപ്പൊ ഇങ്ങോട്ട് വായോ. എങ്ങനെയുണ്ടാവും കളി? എങ്ങനെയുണ്ടാവും കളി? എങ്ങനെയുണ്ടാവും വെച്ചാല് ഇംഗ്ലണ്ട് ജയിക്കാൻ ചാൻസ് ഉണ്ടോ വെച്ചാൽ ഇല്ല. കാരണം ചാൻസ് ഉണ്ട്. കാരണം സ്പെയിന്റെ കളി നമ്മൾ കണ്ടല്ലേ, എജ്ജാതി കളി, 2 വിങ്ങും കണ്ടില്ലേ. ഇംഗ്ലണ്ട് നല്ല കളിയായിരുന്നു. അത് ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയി പോയി. അത് നോക്കിയിട്ട് കാര്യമില്ല. സ്പെയിൻ തന്നെ കപ്പ്. ഇത്തവണ കിട്ടൂല ഇംഗ്ലണ്ടിനാണോ പറയുന്നത്? ചാൻസ് ഇല്ല മാക്സിമം. അപ്പൊ നാളത്തെ കളി എങ്ങനെയാവും രാവിലെ? അത് ഞാൻ നോക്കാറേ ഇല്ല. അതങ്ങനെയാണ്. ഇത്രയും ദിവസം അല്ല, ഞാൻ മടിയിലല്ല. ഞാൻ പോർച്ചുഗൽ ഫാനാണ്. എല്ലാം പറയാലോ, ഞാൻ പോർച്ചുഗൽ ഫാനാണ്. പക്ഷെ കോപ്പ ഞാൻ മൈൻഡ് ചെയ്യലില്ല. അതാണ്
മൈൻഡ് ആക്കലില്ല കോപ്പ. അതെ, പോർച്ചുഗലിലേറെ കൂടുതൽ ഇപ്പോൾ കളി കോപ്പ അമേരിക്ക കാണാത്തത് ബ്രസീലുകാരാണ്. കാരണം ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളെ 2 സുഹൃത്തുക്കൾ ബ്രസീലിൻ്റെ കട്ട ബ്രസീൽ വരെ ആയിരുന്നു. നമ്മുടെ അത്രത്തോളം ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യമായ സംവാദങ്ങളൊക്കെ നടത്തിയിരുന്ന ആളുകളാണ്. വീട്ടിൽ കയറി അല്ല, ഞാൻ വെറുതെ യാദൃശികമായിട്ട് കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നടാ. ചിരിച്ചപ്പോൾ തന്നെ അവർക്ക് സംഗതി മനസ്സിലായി. പിന്നെ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കളിയെന്ന്. 1-ാം കളി കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് ചോദിച്ചു, എൻ്റർടൈൻമെൻറ്റ് കിട്ടാനാണ് നമ്മൾ ഈ കളി കാണുന്നത്. നമുക്ക് ബ്രസീലിൻ്റെ കളി കണ്ടിട്ട് ജയിക്കണമില്ല, എൻ്റർടൈൻമെൻറ്റ് കിട്ടണമില്ല, പിന്നെ എന്തിനാണ് നമ്മളെ ഇടങ്ങാറായി കാണുന്നത്? ഒരു കുഞ്ഞ് ആരാധകരുണ്ട്. ആര് ജയിക്കും? ആരാ നമ്മുടെ ടീം ഏതാ? അർജന്റീന. മെസ്സി അടിക്കുവോ? മെസ്സി അടിക്കും. എത്ര ഗോൾ അടിക്കും? എത്ര ഗോൾ അടിച്ചാ? 5 ഗോൾ. ചില്ലറയല്ല കേട്ടോ, 5 ഗോൾ അടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളി തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ എത്തും. ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആവേശം കാണണമെങ്കിൽ നമുക്ക് രാവിലെ പുലർച്ചെ അർജന്റീന ഇറങ്ങുന്ന സമയത്ത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ആവേശം കാണാൻ കഴിയുക. അന്നേരത്തിനും ഇവിടെയൊക്കെ വലിയ തോതിൽ ആൾക്കാരെത്തും. അർജന്റീനയുടെ ഫാൻസ് തന്നെയാണ് കൂടുതലുള്ളത്. പക്ഷേ ബ്രസീലുകാരൊക്കെ ഉണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഇനിയിപ്പോൾ അരമണിക്കൂറല്ലേ ഉള്ളൂ യൂറോയുടെ ഫൈനൽ തുടങ്ങാനായിട്ട്. കറക്റ്റ് 12:30-ക്ക് തുടങ്ങും. സ്പെയിൻ 4ാം കപ്പടിക്കുമോ അതോ ഇംഗ്ലണ്ട് ആദ്യ കിരീടം നേടുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. വലിയ ആവേശത്തെ കാത്തിരിക്കും. എന്തെങ്കിലും പറയണ്ടോ? ഉണ്ടോ? എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഈ ഏത് കളിയെ കുറിച്ചാണ്? യൂറോയിൽ ആരടിക്കും? യൂറോ സ്പെയിൻ അടിക്കും. സ്പെയിൻ അടിക്കും. അതോട് സംശയമില്ല. നേരം വിളക്കുമ്പോ സ്പെയിൻ തന്നെ. അല്ലല്ല, കോപ്പയിൽ ആരടിക്കും? അർജന്റീന. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒരു സംശയമില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടായില്ലേ? അപ്പൊ അതാണ് കളി, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നോക്കാം, കാത്തിരിക്കാം. ഏതായാലും ഇനിയിപ്പോ മിനിറ്റുകളുടെ മാത്രമേ കാത്തിരിപ്പുള്ളൂ. വിനു. യെസ്, യൂറോ ആവേശത്തിൽ മലപ്പുറം മനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.